ഡോക്ടർ കലാമിൻ്റെ അടുത്ത് ആദ്യം ചെന്ന ദിവസം തന്നെ ഓർമ്മയുണ്ട്. ഞാൻ ബേസിക്കലി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്ന ആളാണ്. കമ്മ്യൂണിക്കേഷനിൽ കുറച്ചൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ അദ്ദേഹം ചെന്ന ഉടനെ തന്നെ എന്നോടൊരു നോട്ട്ബുക്ക് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് കുറേയേറെ സാങ്കേതിക പദങ്ങൾ, ടെലിമെട്രി, ടെലികമാൻഡ്, വാട്ടർ ആക്ച്വേറ്റർ, സ്വിച്ച്, പേലോഡ്, ഇലക്ട്രോണിക്സ്, ഇങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞു. അതൊക്കെ എഴുതിയെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഒരാഴ്ചത്തെ ടാർഗറ്റ് നിന്നു. ഈ ഒരാഴ്ചക്കുള്ളിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് വെച്ചിട്ട് നമുക്ക് പുതുതായിട്ടുള്ള ഒരു റോക്കറ്റ് പേലോഡ് ഉണ്ടാക്കണം എന്നുള്ള ഒരാശയം എൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ചെന്നോട്ടനെ തന്നെ ഒരു ഫ്രൈയിങ് പാനിലേക്ക് എടുത്തിടുന്ന എഫക്റ്റായിരുന്നു. ശരിക്കും അദ്ദേഹം പറഞ്ഞ ടോപ്പിക്കുകൾ പഠിക്കണമെങ്കിൽ 3-4 മാസം വേണം. അന്ന് ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റോ ഒന്നുമില്ല. ലൈബ്രറി പോയിട്ട് വല്ല പുസ്തകങ്ങളുണ്ടാവും, വല്ല മാഗസിനും ഉണ്ടാവും. അതുവഴി നോക്കി പഠിച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ച് ബാക്കിയൊക്കെ സ്വന്തം ഇമാജിനേഷൻ അനുസരിച്ച് ചെയ്യുക. അത് ചെയ്ത് പലതും തെറ്റായി വന്നിട്ടുണ്ട്, വളരെ ഫെയിലിയർ ആയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടോട് ആ ഫെയിലിയറിൽ നിന്ന് പിന്നെയും പഠിക്കുകയും അതിൻ്റെ കറക്ഷൻസ് വരുത്തി എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവെന്ന് പറയാവുന്നത് അന്ന് ഡോക്ടർ കലാമുമായിട്ട് കൈകോർക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയും പിന്നെ ഏകദേശം 20 വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാനും പല പ്രോജക്റ്റുകളിലും ഒന്നിച്ചു പോകാനുമുള്ള ഒരു അവസരം കിട്ടിയതുമാണ്.